ഹാർബറുകളിൽ ഇപ്പോൾ ഇത് പതിവ് കാഴ്ചയാണ്. കടലിൽ നല്ല കോളുണ്ടെങ്കിലും കരയിലിരുന്ന് വല തുന്നേണ്ട ഗതികേടിലാണ് മത്സ്യത്തൊഴിലാളികൾ. കപ്പൽ അപകടങ്ങൾക്ക് ശേഷം ആലപ്പുഴ ജില്ലയിൽ മാത്രം 20-ലധികം യാനങ്ങളിലെ വല കണ്ടെയ്നറിന്റെ അവശിഷ്ടങ്ങളിലും മറ്റും തട്ടി നശിച്ചു പോയിട്ടുണ്ട്. വല 25 പീസ് വല പോയി, 4 അടുത്തായിട്ട്. ഇതിനകത്ത് വലയില്ല. വലയെന്ന് പറയുന്നത് പുതിയ വലയാണ്ട് അതിൻ്റെ പുരമൊക്കെ കിട്ടിയത്, പുരമെല്ലാം കയറി അപ്പോൾ കിടക്കും. കണ്ടെയ്നറാണ് കിടക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ വരത്തില്ലല്ലോ. അല്ലാതെ സാധാരണ ഉടക്കാണെങ്കിൽ കുറഞ്ഞ വലയൊക്കെ പോകത്തുള്ളൂ. ഇത് അങ്ങനെയുള്ള ഉടക്കല്ല. ഇത് വല്ലത് നല്ല പാരിച്ച ഉടക്കിലേക്ക് ചെയ്യുന്നത്. കീരി നശിക്കുമ്പോൾ വല മാത്രമല്ല നഷ്ടം, വല നിറഞ്ഞ മത്സ്യങ്ങളും കടലിലേക്ക് പോകും. പിന്നെ ദിവസങ്ങളോളം പണിക്ക് പോകാൻ സാധിക്കില്ല. ഒരു ബോട്ടുടമയ്ക്ക് മാത്രം ലക്ഷങ്ങളാണ് നഷ്ടം. 10-60 വല പോയിട്ടുണ്ട്. മറ്റേ തോട്ടപ്പള്ളി വല 6 ഭാഗത്തിലടിച്ച കണ്ടറിൻ്റെ അടപ്പാണ് തോന്നുന്നു കയറി വന്ന് ഞങ്ങൾ കഴന്നു പോകുമായിരുന്നു അത്രയും വല. നഷ്ടപരിഹാരത്തിന് ഒരു ഓഫീസിൽ നിന്ന് മറ്റൊരിടത്തേക്ക് മത്സ്യത്തൊഴിലാളികളെ ഓടിക്കുകയാണ് ഭരണവർഗം. കുറഞ്ഞപക്ഷം കപ്പലവശിഷ്ടങ്ങൾ എവിടെയാണുള്ളതെന്ന് മാപ്പ് ചെയ്തു നൽകണമെന്ന കേരള സൈന്യത്തിൻ്റെ ആവശ്യത്തിനും സർക്കാരുകൾ ഇതുവരെ ചെവി കൊടുത്തിട്ടില്ല. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.